കുറച്ച് പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു. പിന്നെ പായസം കുടിച്ചു. പെരുന്നാളാണെങ്കിൽ പായസം അത് വേണമല്ലോ. അപ്പോൾ കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. വീട്ടിൽ ഉമ്മാവ് പറഞ്ഞു കുറേ നാളായല്ലോ നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിക്കുന്നത്, എന്തായാലും പച്ചക്കറി മീനും കൂട്ടി ഒരു ചോറ് കഴിക്കാൻ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല മീൻ കറിയും മീൻ പൊരിച്ചൊക്കെ കൂട്ടി ആദ്യം ഒരു പങ്ക് കഴിച്ചു. പിന്നെ കുറച്ച് മുരിങ്ങക്കോലും തക്കാളി കറിയൊക്കെ വെച്ചിട്ട് രണ്ടാമതൊരു പങ്ക് കഴിച്ചു. നല്ലൊരു പിടുത്തം ഞാനങ്ങ് പിടിച്ചേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, നോമ്പൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ കസിൻസൊക്കെ വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചേട്ടോ. രാത്രിയായപ്പോഴത്തേക്ക് നമ്മുടെ വീട് ഫുള്ളായി. നമ്മുടെ എല്ലാ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയായിട്ടോ ശരിക്കും പറയാം. നമ്മുടെ താഴെയുള്ള പെരുന്നാൾ ആഘോഷം എല്ലാവരും വന്ന് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ഫുഡൊക്കെ വെച്ചും ഈ കാണുന്നതാണ് എൻ്റെ ഉമ്മാമ. മക്കളും പേരമക്കളൊക്കെ വന്നതിൻ്റെ സന്തോഷത്തിൽ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ ആളുള്ളത്. പിന്നെ എൻ്റെ ഉമ്മയും കുഞ്ഞുമ്മയൊക്കെ കൂടിയിട്ട് അടുക്കളയിൽ എന്തൊക്കെയോ വെക്കുന്നുണ്ട്. തേങ്ങാച്ചോറും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഞാനും പോയി ഒന്ന് ഹെൽപ്പ് ചെയ്തു. എൻ്റെ കഴിച്ചെന്നില്ലെങ്കിൽ ഒന്നും ശരിയാവില്ലെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് പോയി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുമാടെ വീഡിയോയും കൂടെ ഞാൻ യൂട്യൂബിൽ വേണമെങ്കിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ഇരുന്ന് ചിരിക്കുന്ന ചിരിയാട്ടോ ആ കാണുന്നത്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ ആ തവിയിട്ടൊന്ന് ഇളക്കി ആ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ കുഞ്ഞുമാക്ക്. പിന്നെ ഞാനും കസിൻസൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഉടനെ ഞാൻ കോളേജിലൊക്കെ തിരിച്ച് പോയില്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കേടെ ബൈ ഡാ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.